കുറച്ചധികം ദിവസങ്ങളായി വീഡിയോസൊന്നും ഇടാൻ പറ്റിയിരുന്നില്ല കേട്ടോ. സത്യത്തിൽ വീഡിയോ ചെയ്യാനുള്ളൊരു മൈൻഡോ മൂഡോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഈ കാണുന്നതൊക്കെ നമ്മുടെ വീടിന് ചുറ്റുമുള്ള നീർച്ചാലുകളാണ്. നല്ലപോലെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നീർച്ചാലുകളൊക്കെ നിറഞ്ഞ് വെള്ളം ഒഴുകും. മഴവെള്ളവും ഉറവവെള്ളവുമാണ് കേട്ടോ. ഈ ഏരിയ ഫുൾ ഒരുപാട് ഉറവയുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ എല്ലാ നീർച്ചാലുകളും നിറഞ്ഞ് റോഡിന് രണ്ട് സൈഡിൽ കൂടെയൊക്കെ വെള്ളം നിറഞ്ഞ് ഒഴുകാറുണ്ട്. ഒരു 4-5 ദിവസം അടുപ്പിച്ച് വെയിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം വറ്റി വരണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ യൂട്യൂബ് ചാനലിൽ ഞാനിപ്പോൾ വീഡിയോസൊന്നും ഇടാറില്ല എന്ന് പറഞ്ഞല്ലോ. സത്യത്തിൽ 4 വർഷമായിട്ടോ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 4 വർഷം കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ കൺസിസ്റ്റൻ്റായി എനിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഫോളോവേഴ്സും ഇല്ല, വ്യൂസും ഇല്ല. ഈ കാണുന്നത് കണ്ടോ, ഇത് നമ്മളുടെ വീട്ടിലെ പുതിയ അതിഥി ചിമ്പിപ്പൂച്ചയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ മുന്നൊരു പൂച്ച ഉണ്ടായിരുന്നു, ചിമ്പൻ എന്നായിരുന്നു അതിൻ്റെ പേര്. അപ്പോൾ ഈ പൂച്ചയും ആൺപൂച്ചയാണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചിമ്പൻ എന്ന് തന്നെ വിളിക്കാമെന്ന് വിചാരിച്ചത്. അത് കഴിഞ്ഞ് പെൺപൂച്ചയാണെന്ന് അറിഞ്ഞപ്പോൾ ചിമ്പം മാറ്റി ഞാൻ ചിമ്പി എന്നാണ് കേട്ടോ വിളിക്കുന്നത്. ഇനി നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. ഫോളോവേഴ്സും വ്യൂസും ഇല്ലാത്തത് കൊണ്ട് തന്നെ യൂട്യൂബ് അൽഗോരിതം പോലും എന്നെ കണ്ടാൽ ചോദിക്കും ഇവരാരാന്ന്. കാരണം കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടാറ് പോലുമില്ല. സത്യത്തിൽ ഈ വ്യൂസും ഫോളോവേഴ്സും ഒന്നും ഇല്ലാത്തത് കൊണ്ട് മാത്രം എനിക്ക് ഈ ചാനൽ നിർത്തണമെന്നൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ഇന്ന് ഈ യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നൊക്കെ പറയുന്നത് പലർക്കും ഒരു ഏണിംഗ് പ്ലാറ്റ്ഫോമാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്കും ഈ സോഷ്യൽ മീഡിയയ്ക്ക് വലിയൊരു മീനിങ് ഉണ്ട്. പലർക്കും ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് അത് അവരുടെ ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടായിരിക്കും. അവരുടെ ജീവിതം തന്നെ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു സോഷ്യൽ മീഡിയ. ഇപ്പോൾ നമ്മളുടെ വിശേഷങ്ങൾ, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി, ലൈഫിലെ ഹാപ്പിനെസ്, ജീവിതത്തിലുണ്ടാകുന്ന സങ്കടങ്ങൾ, ഇതൊക്കെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ നമ്മളെ നേരിട്ട് അറിയാത്ത ആളുകൾ പോലും അത് കാണുന്നു, ഇഷ്ടപ്പെടുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതൊക്കെ ഒരു പ്രത്യേക ഫീലിംഗ് ആണല്ലേ. നമുക്ക് ചിലപ്പോൾ പലർക്കും അതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ മറ്റു ചിലർക്ക് അവരുടെ ഒരു വീഡിയോ ഒരു നല്ല ദിവസമായിരിക്കും, അവർക്ക് കിട്ടുന്ന ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, അതൊരു മോട്ടിവേഷനായിട്ടും ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു ഹോപ്പായിട്ടും കുറച്ച് നേരത്തേക്കെങ്കിലും അവരുടെ പ്രോബ്ലംസ് മറക്കാനുള്ളൊരു എൻ്റർടൈൻമെൻറ്റും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇനി വ്യൂസ് കിട്ടുമ്പോൾ ഫോളോവേഴ്സ് കൂട്ടുമ്പോൾ എന്നൊന്നും അധികം ആലോചിക്കുന്നില്ല. ഇത് നമ്മുടെ ചാനലിൽ എൻ്റെ വീട്ടിലെ ചെറിയ വിശേഷങ്ങളും യാത്രകളും സന്തോഷങ്ങളും നമ്മുടെ ചിമ്പിപ്പൂച്ചയുടെ വിശേഷങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണമെന്നില്ല. കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ ഞാൻ ട്രൈ ചെയ്യാം ഇനി മുതൽ. പക്ഷേ നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വീഡിയോസ് കാണണം,